മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തിരിച്ചടി വരും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ രാവണനെ പോലെ ഒരു ഉപാസകനെ കിട്ടാനുണ്ടോ? ഇല്ല. തന്ത്രശാസ്ത്രങ്ങളിൽ രാവണന്റെ കോൺട്രിബ്യൂഷൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ മാനുഫാക്ചറിൽ രാവണന്റെ കോൺട്രിബ്യൂഷൻ, ആയുർവേദത്തിൽ രാവണന്റെ കോൺട്രിബ്യൂഷൻ. രാവണൻ കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമ്മുടെ ലിറ്ററേച്ചറുകളിൽ ഒന്നുമില്ല. പക്ഷേ സ്വാഹങ്കാരം തന്നെ നശിപ്പിച്ചു. ബീജത്തിന്റെ പ്രാധാന്യം എന്താണ്? ബീജം എന്ന് വെച്ചാൽ എന്താ? പച്ചപ്പോത്തിന്റെ ഇറച്ചി ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളവനെ അത് പരിപാടിക്ക് പോകാവുള്ളൂ. എനിക്ക് വരായി ഉണ്ട്, പക്ഷെ പൂജ ചെയ്യുന്നില്ല. മന്ത്രമാതാവാണല്ലോ ഗായത്രി. അതെ, ഗായത്രിക്ക് മുമ്പ് അല്ല, ഗായത്രിക്ക് പല ഫോർമുലേഷൻ ഉണ്ട്. മന്ത്രമാതാവ് ഗായത്രി, വേദമാതാവും ഗായത്രി, നവാക്ഷരിയായ ചാമുണ്ട വേറെ. അതിനെ നേപ്പാളികൾ പോലും ഉപാസിക്കില്ല. അത് വെച്ചാൽ ഡാമരമായതുകൊണ്ട് ഉപാസകന് അതിദാരിദ്ര്യം കൊടുക്കും. അവരുടെ രീതിക്ക് അമ്മയെന്ന് വിളിച്ചാൽ ഞാനിവിടെ ഇരുന്ന് 3000 ഗായത്രി ജപിച്ചിട്ടും കാര്യമില്ല. സർപ്പത്തെ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെല്ലും, അവർ പറിച്ചുകൊണ്ട് പോവും. സർപ്പം പോവുകയല്ല. എന്ത് തലകുത്തി നിന്നാലും ഒരു ലാൻഡിൽ നിന്നും സർപ്പം പോകത്തില്ല. കാരണം നമ്മൾ വരത്തന അവരുടെ ലാൻഡിൻ്റെ ഓണർ. അതെ. ഫലം എന്താണ്? സന്തതി നാശം, കുലനാശം എല്ലാം. നമസ്തേ ശ്രീകാന്ത് സാർ. സാർ, നമുക്ക് മന്ത്രശാസ്ത്രത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അറിയണം. ഈ ബീജാക്ഷരങ്ങളുടെ പ്രാധാന്യം, ബീജാക്ഷരങ്ങൾ എന്താണ്? അത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മന്ത്രത്തെ കാണുമ്പോൾ അതിൽ അവൻ സാധാരണ ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൂട്ടക്ഷരങ്ങൾ, ഇപ്പോൾ ഹ്രീം, ക്ലീം, ശ്രീം ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ, സ, അതൊക്കെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കും. ഈ ബീജത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബീജം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അക്ഷരങ്ങളുടെ കാര്യം നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചു. അക്ഷരങ്ങളുടെ കോമ്പിനേഷനുകളെ പറ്റിയിട്ടും സംസാരിച്ചു. ഈ അക്ഷരങ്ങളുടെ കോമ്പിനേഷനുകളിലൂടെയാണ് ബീജാക്ഷരങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ക്ലീം എടുത്താൽ പോലും ക്, ല്, ഈ, നാദം, ബിന്ദു, ഇത്രയത്തിൻ്റെ കോമ്പിനേഷനാണ് ക്ലീം. ആയുർവേദപരമായിട്ട് നോക്കിയാൽ, തന്ത്രങ്ങളിലും നോക്കിയാലും ഈ ഓരോന്നിനും ഒരു ഔഷധത്തെ പറയുന്നുണ്ട്. ആ കോമ്പിനേഷനിൽ ഈ ഔഷധം എടുത്തിട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞോ അല്ലെങ്കിൽ ഗുളികയാക്കിയോ വായിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രജപം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കൂടുതലാണെന്നൊക്കെ മന്ത്രശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഇത് അതായത് ക്ലീം എന്ന മന്ത്രത്തിന് തത്തുല്യമാണ് ഈ ഔഷധക്കൂട്ട്. ഇത് ചേർന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു അവസ്ഥയാണ്. അത് ഒരു പർട്ടിക്കുലർ ദേവതയുടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഭൂതത്തിൻ്റെ, അതായത് പഞ്ചഭൂതങ്ങളായിട്ടുള്ള അത് തത്വങ്ങളുടെയോ ഒരു റിഫ്ലക്ഷനാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഖ എന്ന് പറഞ്ഞാൽ ശരഭാതി മന്ത്രങ്ങളിലൊക്കെ ഈ ഖ കാണും. രണ്ടാമത്തെ ഖ ആകാശമാകുന്ന തത്വത്തെയാണ് കുറിക്കുന്നത്. ഈ ഖണ്ഡാകർണന്റെ ഖായാണ് ഉദ്ദേശിച്ചത്? അല്ല, ഖണ്ഡാകർണ രണ്ടാമത്തെ ഖ. ഖരദൂഷണന്റെ ഖരദൂഷണൻ. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർന്ന് ബീജമാകുമ്പോൾ അതൊരു സെൻറ്റൻസായി മാറുകയാണ്. ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിട്ടോ ഒരു പാരഗ്രാഫായിട്ടോ പറയുന്നതിനെ ചുരുക്കി നമ്മൾ ഒരു ഷോർട്ടിൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടാബ്ലറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ബീജങ്ങൾ. ബീജം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബിന്ദു ആയിട്ടുള്ള ഒരു ബീജം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ വാക്കിൻ്റെ മീനിങ് തന്നെ വളരെ ചുരുക്കപ്പെട്ടത് എന്നും ഉണ്ടല്ലോ. അപ്പോൾ അങ്കുരിക്കാൻ സാധ്യതയുള്ളത്. അതെ, അങ്കുരിക്കാൻ സാധ്യതയുള്ളത്. അങ്കുരിച്ചാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ചുരുക്കം മന്ത്രങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയ കമൻട്രികൾ അവൈലബിൾ ആണ്. നമ്മളെല്ലാ മന്ത്രങ്ങൾക്കും അർത്ഥം ഉണ്ടായിക്കൊള്ളണം എന്ന് വാശി ഒരിക്കലും പിടിക്കരുത്. അർത്ഥം അറിഞ്ഞാൽ മാത്രമേ മന്ത്രം ജപിക്കൂ എന്നുള്ള വാശിയും പിടിക്കരുത്. ജപം ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം ജപിച്ച് ആ മന്ത്രം നമ്മിൽ സ്ഫുരിക്കണം. സ്ഫുരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ യാഥാർത്ഥമായ അർത്ഥങ്ങൾ നമ്മളെ അതിലൂടെ വഴി നടത്തും. പാരമ്പര്യമായ അർത്ഥങ്ങളുള്ള മന്ത്രങ്ങളുണ്ട്. നമഃശിവായക്ക് അർത്ഥമുണ്ട്, അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അഷ്ടാക്ഷരത്തിന് അർത്ഥങ്ങളുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്, അത് പാരമ്പര്യമായി പ്രീച്ച് ചെയ്യപ്പെടുന്നുണ്ട്. പഞ്ചദശിക്ക് അർത്ഥം എഴുതപ്പെട്ടതുമാണ്, പ്രീച്ച് ചെയ്യപ്പെടുന്നത്. ഗായത്രി ഭാഷ്യമുണ്ട്, മന്ത്രഭാഷ്യമുണ്ട്. അതേപോലെ നവാക്ഷരിയായ ചണ്ഡിക്ക് മന്ത്രഭാഷ്യമുണ്ട്. പരബ്രഹ്മ മഹിഷിയായി പറഞ്ഞ്
സച്ചിദാനന്ദ രൂപിണിയായ ഭഗവതിയെ നിന്നെ ഞാൻ നിത്യവും അനുസന്ധാനം ചെയ്യുന്നു ബ്രഹ്മപ്രാപ്തിക്കായി എന്നാണ് ചണ്ഡി ഈ നവാക്ഷരിയുടെ ഉദ്ദേശം. അർത്ഥം. മന്ത്രത്തിൻ്റെ അർത്ഥം ഭാസ്കരായർ എഴുതിയിട്ടുണ്ട്. അല്ല, വിച്ച എന്നുള്ള വാക്കിനൊക്കെ പ്രത്യേകം അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. സാധാരണ മന്ത്രങ്ങളിൽ ഇല്ലാത്തൊരു ഈ വിച്ചയ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ക്ലിന്ന മന്ത്രങ്ങളിൽ പെട്ടതാണ്. എല്ലാം വിച്ചയമുണ്ട്. ശ്രീവിദ്യയിൽ വേണമെങ്കിൽ ഇങ്ങനെ വിരൽ പിടിച്ച എണ്ണ എത്ര മന്ത്രങ്ങളിൽ വിച്ചയുണ്ട്. നിത്യക്ലിന്നാദിയിലാണോ? അതെ, അതായത് അതില് തിഥിനിത്യകളിൽ ഭഗമാലിനിയിൽ വിച്ചയുണ്ട്. കുലകാമധേനു എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, അതിൽ വിച്ചയുണ്ട്. അങ്ങനെ കുബ്ജികാ മന്ത്രങ്ങളെല്ലാം വിച്ചയുള്ള മന്ത്രങ്ങളാണ്. പശ്ചിമാംനായത്തിൻ്റെതായ വിച്ചയ ശബ്ദങ്ങളുള്ള മന്ത്രങ്ങൾ ഒരു എണ്ണിപ്പിടിച്ചാൽ ഒരു 20-21 മന്ത്രങ്ങളെ കാണുള്ളൂ. അതിൽ പ്രധാന മന്ത്രം എന്ന് പറയുന്നത് എവിടെയാണ്? ചാമുണ്ട എന്നുള്ള വാക്കിന് യസ്മാത് ചണ്ടഞ്ച മുണ്ടഞ്ച എന്നുള്ളത് രണ്ടാം പക്ഷം അഭിപ്രായമുള്ളൂ. ചാമുംഡ, ചമുംഡ എന്നാണ് അത് അർത്ഥം ആക്കിയിരിക്കുന്നത്. പരബ്രഹ്മ മഹിഷി എന്നാണ് അർത്ഥം. ചണ്ടമുണ്ടന്മാരുടെ രണ്ടാം പക്ഷമായിട്ടുള്ള അർത്ഥമാണ്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ചില ആംനായങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ നവാക്ഷരിയായ ചണ്ടിയിൽ പറയുന്നതായ ആ ചാമുണ്ട ശബ്ദയും ഈ രസ്മാത് ചണ്ടഞ്ച മുണ്ടഞ്ച എന്ന് വന്നതായ ആ ചാമുണ്ടയും വ്യത്യാസമുണ്ട്. നേപ്പാള സമ്പ്രദായങ്ങളിലൊക്കെ ഇതിന് 2 ചാമുണ്ടയായിട്ടാണ് കണക്കാക്കുന്നത്. നവാക്ഷരിയായ ചാമുണ്ട വേറെ, നൈഋത്യ ആംനായത്തിൻ്റെതായ ചാമുണ്ട വേറെ. ആ ചാമുണ്ടയാണ് രക്തബീജനെ വധിക്കുമ്പോഴും പ്രസന്റ് ആയിട്ട് നിൽക്കുന്നത്. ചണ്ടമുണ്ടാസുരനെ വധിക്കുമ്പോഴും. അതിനെ നേപ്പാളികൾ പോലും ഉപാസിക്കില്ല. അത് വെച്ചാൽ ഡാമരമായതുകൊണ്ട് ഉപാസകന് അതിദാരിദ്ര്യം കൊടുക്കും. ഉപാസകൻ ഈ നവാശ്ശേരി അല്ല, ആ നവാശ്ശേരി. ഇതെല്ലാം നവാശ്ശേരിയാണ്. ചണ്ഡികയുടെ 4 മന്ത്രങ്ങളുണ്ട്. പ്രധാന നവാക്ഷരി, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, ചാമുണ്ട. ഈ 4 പേരാണ് ദൈവമഹാത്മ്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. സർവത്തിനും ഉപരിയാണ് ഈ നവാക്ഷരിയായ മന്ത്രം. ഈ നവാക്ഷരിയായ മന്ത്രത്തിന് രൂപമോ ഭാവമോ ഒന്നുമില്ല. മാതർമേ മധുകയുടെ ഭഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേ എന്നാണ് ധ്യാനം. യാതൊരു രൂപവും ഭാവവും ഇല്ല. ഈ ഭഗവതി ഇത് വെച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യും? വേണമെങ്കിൽ ദുർഗയായിട്ട് കരുതാം, പക്ഷെ അതിനുപരിയാണ്. അപ്പം ഐമിന് അർത്ഥം വേണം, ഹ്രീമിന് അർത്ഥം വേണം, ക്ലീമിന് അർത്ഥം വേണം. ഇതുകൊണ്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാമഹാസ്പന്ദയാണ് ഭഗവതി. വലിയ സ്പന്ദനത്തെ പുറപ്പെടുവിക്കുന്നവരാണ്. അതിന് പരബ്രഹ്മ മഹിഷിയാണ്. അവസാനം ഇതെല്ലാം എന്തുകൊണ്ടാണ്? സച്ചിദാനന്ദത്തെ തരുന്നതാണ്. അതുകൊണ്ടാണ്. അതെ, ഈ സച്ചിദാനന്ദ പ്രദായിനി എന്നുള്ളതാണ് വിച്ച എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംസ്കൃത ഭാഷയല്ല, കർണാടക ഭാഷയിൽ പ്രചുരമായ ഒരു വാക്കാണ്, പ്രാചീന വാക്കാണ് വിച്ചേ എന്ന് ഭാഷ്യകാരനും പറയുന്നുണ്ട്. പിന്നെ പുള്ളി അതിനെ സംസ്കൃതമായിട്ട് ചിലപ്പോൾ വിത്ത്, ചായി എന്നൊക്കെ പറഞ്ഞ് പിരിച്ച് അർത്ഥമൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം അതിന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്രേ. അത് വളരെ സൂക്ഷ്മമായത്, വളരെ ആനന്ദത്തെ കൊടുക്കുന്നതാണ്. അതിന് വളരെ സമാനമായ ഒരു ഫീലിങ് നമ്മളിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വിച്ചേ. അപ്പം അങ്ങനെ ഓരോന്നിനും അർത്ഥമുണ്ട്. അർത്ഥം വേണമെന്ന് നമ്മൾ വാശിയും പിടിക്കരുത്. അതാണ് മന്ത്രബീജങ്ങളുടെയൊക്കെ ഞാൻ അർത്ഥം അറിഞ്ഞാലേ ജപിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ജപിക്കാൻ പോകുന്നില്ല. ജപിക്കാതിരിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുക, എക്സ്ക്യൂസ് മാത്രമാണ്. എന്നാൽ അർത്ഥജ്ഞാനം ജപിച്ചതിന് ശേഷം അർത്ഥജ്ഞാനം ഉണ്ടാകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതായത് സ്വാനുഭവത്തിൽ നിന്ന് നമ്മൾ അർത്ഥത്തിലേക്ക് എത്തുന്നു. അതെ. പിന്നീട് ഭാഷ്യമുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഗണപതി മന്ത്രത്തിനും ഭാഷ്യമുണ്ട്. കാരണം പൊതുവെ ബീജങ്ങൾക്കൊക്കെ ഈ ആകാശം, വായു, പൃഥ്വി എന്നുള്ള തത്വങ്ങളുമായിട്ട് കണക്ഷൻ കാണും. അല്ലെങ്കിൽ ചില വാക്കുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബീജം ഉണ്ടാവും. പഞ്ചഭൂതാത്മകം അങ്ങനെയാണോ? അതെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്ദ്ര, വായു, അഗ്നി എന്ന് ചുമ്മാ പറഞ്ഞാൽ ഇന്ദ്രന് ഒരു അക്ഷരം ഉണ്ടാവും, വായുവിന് ഒരു അക്ഷരം ഉണ്ടാവും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബീജമാവും. ഈ കൂട്ടബീജങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, ഈ കോമ്പിനേഷനുകളിലൂടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉദ്ധാരം നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ, വായു, അഗ്നി, വരുണൻ എന്ന് മാത്രമേ കാണുള്ളൂ. നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കണം അതിനകത്തുനിന്ന്.
എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കടബയാതി എന്ന് പറഞ്ഞ് പരൽപ്പേരെന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഈ കടബയാതി വെച്ച് നമ്മൾ പിന്നെയും ഇതിനെ പിരിച്ച് ഇതിനെ നമ്പർ ചെയ്ത് കൂട്ടി എടുത്തിട്ട് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു നമ്പർ അറൈവ് ആവും. പക്ഷേ കടബയാതി വരുമ്പോൾ അത് ദ്രാവിഡ അക്ഷരങ്ങളിലല്ലേ? അല്ല, സംസ്കൃതത്തിൽ വർക്കാവും. സംസ്കൃതത്തിൽ കടബയാതി എല്ലായിടത്തും വർക്കാവും. ശ്ലോകങ്ങളിലും പല ധ്യാന ശ്ലോകങ്ങളിലും ഒക്കെ കടബയാതികളുണ്ട്. കടബയാതിക്ക് വേണ്ടി നോക്കണം ഒരു ശ്ലോകത്തിൽ കടബയാതി ഉണ്ടോയെന്ന്. ഇപ്പം എൻ്റെ ഗുരുവിനൊക്കെ ഇത് ഹോബിയാണ്. ഈ പുള്ളി അത് ബേസ് ചെയ്തിട്ടൊരു സുഡോക്ക് പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ശ്ലോകം കണ്ടാൽ അതിൽ കടബയാതി ഉള്ള എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ടത് അതിനെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാക്കി മാറ്റണം. ചിലപ്പോൾ ഫുൾ നമ്പറിന് സെൻസ് കാണില്ല, അതിനെ കൂട്ടണം. കൂട്ടിയിട്ട് റിവേഴ്സിൽ വായിക്കണം. റിവേഴ്സിൽ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് 32എന്നോ 36എന്നോ 108എന്നോ അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു 51 എന്നൊക്കെ പറഞ്ഞ് സെൻസിബിളായ ഒരു നമ്പർ കിട്ടും. ആ സെൻസിബിളായ ഒരു നമ്പറിനെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അതൊരു നോൺ കൺവെൻഷണൽ മെത്തേഡാണ്. മന്ത്രബീജങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഈ ഋഷി ഛന്ദസ് ദേവത. ഇത് മന്ത്രശാസ്ത്രത്തിൽ ഋഷിയുടെയും ഛന്ദസിൻ്റെയും ദേവതയുടെയും പ്രാധാന്യം എന്താണ്? മന്ത്രദൃഷ്ടാരോ ഋഷേഹ, അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മന്ത്രങ്ങളെ കണ്ടവരാണ് ഋഷിമാർ. അതുകൊണ്ട് ആ മന്ത്രം കണ്ടു കഴിയുമ്പോൾ ആ മന്ത്രത്തിലെ എത്ര നേരം കൊണ്ട് ആ മന്ത്രം ചൊല്ലണമെന്നും എത്ര നേരം കൊണ്ട് അതിനെ അനുഷ്ഠിക്കണമെന്നും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ജ്ഞാനം കയ്യിലുള്ള ആളാണ് ഋഷി. ആ ഋഷിയിൽ നിന്നാണ് ആ പരമ്പര ഉത്ഭവിച്ചിരിക്കുന്നത്. ആ മന്ത്രപ്രദയായ ഭഗവതിയുടെ സ്വരൂപം എന്താണ്, അദ്ദേഹം കണ്ട രീതിയിൽ എന്താണ് എന്നുള്ള ജ്ഞാനമുള്ള ആളുമാണ് ഋഷി. അപ്പോൾ ഋഷിയാണ് എല്ലാത്തിൻ്റെയും മൂലം, ആ ഒരു അതെ. അതുകൊണ്ട് ഋഷി സ്മരണം ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം പാളി. ഒരു പരിധി വരെ ചെറിയ ഒരു റിലാക്സേഷൻ ഉള്ളത് പിന്നെയും ബൈ ബർത്ത് യജുർവേദികളായിട്ടുള്ളവർക്കാണ്. ഋഷി ഛന്ദസിൻ്റെ സ്മരണം മതി അവർക്ക്, ചൊല്ലണ്ട. ഋഗ്വേദികൾക്ക് അതുമില്ല. ഋഗ്വേദികൾക്ക് എല്ലാ മുക്കിലും മൂലക്കും ഋഷി ഛന്ദസ് ദേവത ചൊല്ലിയേ പറ്റുള്ളൂ. അത് വേദമന്ത്രങ്ങളായാലും ശരി താന്ത്രിക മന്ത്രങ്ങളായാലും ശരി എല്ലായിടത്തും ഋഷി ഛന്ദസിൻ്റെ അനുസന്ധാനം വളരെ കമ്പൽസറിയാണ്. അതില്ലെങ്കിൽ മന്ത്രജപത്തിന് യാതൊരു ഇതുമില്ല. സിദ്ധമന്ത്രങ്ങൾ, ശിവാത്മകമായ സിദ്ധമന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് ചില മന്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിന് ഋഷി ഛന്ദസ് വേണ്ട, ഇല്ല എന്നല്ല, ഉണ്ടാവും, പക്ഷെ വേണമെന്നില്ല. അതല്ലാതെ തന്നെ അത് ഓൾറെഡി ആ ഋഷി തപസ് കൊണ്ട് ആ മന്ത്രത്തെ ഋഷിയെയും ഛന്ദസിനെയും എല്ലാം ലയിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അഗസ്ത്യ മന്ത്രങ്ങളായിട്ടുള്ള സിദ്ധന്മാരുടെ മന്ത്രങ്ങളുണ്ടല്ലോ, ശിവാത്മകമല്ലാത്ത അഗസ്ത്യരിൽ നിന്ന്, അപ്പം അതിനൊക്കെ ഋഷി ഛന്ദസ്സൊന്നും ഇല്ലല്ലോ. ഇല്ല, സിദ്ധമന്ത്രങ്ങൾക്ക് അതാ പറഞ്ഞത്, സിദ്ധമന്ത്രമാണ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി തലവേദന എടുത്തു, പാരാസെറ്റമോൾ മേടിച്ചു, കഴിച്ചു, ഡോക്ടറില്ല. അത്യാവശ്യം എല്ലാം നമ്മളിപ്പോൾ ഗൂഗിളിൽ എനിക്ക് വയറുവേദന എടുക്കുന്നു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മരുന്ന് ഗൂഗിൾ തന്നെ പറഞ്ഞു തരും. ഡോക്ടറടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റായ മരുന്ന് മേടിച്ച് കഴിച്ചാലും നമുക്ക് താൽക്കാലികമായിട്ട് അത് ആ ഒരു കാര്യത്തിൽ താൽക്കാലിക പല കാര്യങ്ങളും പെർമനൻ്റായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എപ്പോഴും. പക്ഷേ നമുക്ക് ആ ഒരു ഗൂഗിളിനെ ആശ്രയിക്കാനും പറ്റില്ല. നമ്മൾ ഗൂഗിളിനെ ആശ്രയിച്ച് മരുന്ന് മേടിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് താണ്ടിയും പോകരുത്. പാരാസെറ്റമോൾ ആണെന്നും പറഞ്ഞ് ഒരു ദിവസം 10 പാരാസെറ്റമോൾ വിഴുങ്ങിയാൽ പണിപാളി. അപ്പം അതും നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സിദ്ധമന്ത്രങ്ങളാണെങ്കിൽ പോലും ഒരു ഗുരു അവിടെ വേണമെന്ന് പറയുന്നത്. നമ്മളെ ഒന്ന് സ്പീഡ് കൂട്ടുമ്പോൾ ഒന്ന് പിടിച്ച് വലിക്കാനും, സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉന്താനും ഒരു പ്രത്യക്ഷ ഗുരു എപ്പോഴായാലും വേണം. അത് ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ. ദേവത എന്ന് പറയുന്ന ആ മന്ത്രത്തിൽ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അതെ, ആ ദേവതയ്ക്ക് പല ഭാവങ്ങളുണ്ട്. ഇപ്പൊ ശ്രീവിദ്യാ മന്ത്രങ്ങൾ എടുത്താൽ തന്നെ പഞ്ചദശി പൊതുവെ 12 ഉപാസകന്മാർ എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് നമുക്കൊരു 21ഓളം ഉപാസകന്മാരുടെ പഞ്ചദശി ലഭ്യമാണ്. അതല്ലാതെ കണ്ടെടുത്ത് നോക്കിയാലും പഞ്ചദശി ഭേദങ്ങൾ, ലളിതാമന്ത്ര ഭേദങ്ങൾ എന്ന് പറഞ്ഞ് ഒരു 150-200 പരം മന്ത്രങ്ങൾ കിട്ടുന്നുണ്ട്. പഞ്ചകൂട വിദ്യകൾ തന്നെ 36ഓളം വേറെ ഉണ്ട്. ഷോഡശി ഭേദങ്ങൾ ഒരു 10, 60, 70 ഷോഡശികളുടെ ഭേദങ്ങളുണ്ട്. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. പരമാനന്ദ ചിത്ഖന, മഹാജ്ഞാനമയി,
പൂർണ്ണ, പര എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഭേദങ്ങളുണ്ട്. ചിലത് അതിൻ്റെ കോൺസെപ്റ്റ് സദസദ്വസ്തു നിർദ്ധാരണ സ്വരൂപിണി മഹാസരസ്വതീമയി എന്നൊക്കെ പറഞ്ഞ് ശത്രുനാശത്തിന് വരെ ഉൾപ്പെടെയുള്ള ഷോഡശികൾ അല്ലെങ്കിൽ പഞ്ചദശി വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ അത് ആ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്ദ്രൻ ഉപാസിച്ചത്, അഗ്നി ഉപാസിച്ചത് ഒക്കെ അവരൊക്കെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രൻ ഉപാസിച്ചത് സമയത്ത് ബ്രഹ്മഹത്യ മാറ്റാനായിട്ട്. അതേപോലെ ഓരോ ദേവതകൾ ആ ഒരു പർട്ടിക്കുലർ മന്ത്രത്തെ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒരു താളിയോല ഗ്രന്ഥത്തിൽ ഗുരുനാഥൻ ഒരു ശാക്തേയ ഭുവനേശ്വരി എന്ന് പറഞ്ഞൊരു മന്ത്രം കാണും. ഇത് മഹാഷോഡശിയുടെ ഒരു ഫോർമാറ്റാണ്. ഓ, 16 അക്ഷരമുണ്ട്. പക്ഷെ ശാക്തേയ ഭുവനേശ്വരി എന്നാണ് പേര്. കാരണം ഭുവനേശ്വരിയായിട്ടുള്ള ശാക്തേയ ഭഗവതി ഉപാസിച്ച ഷോഡശിയാണ്. മഹാവിഷ്ണു ഉപാസിച്ചത്, നാരായണൻ ഉപാസിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു 3-4 വർഷം കാണാൻ. ശങ്കരോപാസിത വിദ്യ, ശിവോപാസിത വിദ്യ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മന്ത്രങ്ങൾ കാണാനുണ്ട്. യമൻ, ഇന്ദ്രൻ, വരുണൻ, ഓൾമോസ്റ്റ് എല്ലാം. ഇവിടെ പല സ്ഥലങ്ങളിൽ രാവണൻ ഉപാസിച്ച ബഗലാമുഖി ക്ഷേത്രം, ഹനുമാൻ അവിടെ പോയി ഉപാസിച്ചു, ശ്രീരാമൻ ഉപാസിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. കാരണം അവർ ഉപാസിച്ചല്ല ഒരേ ബഗലാമുഖിയെ. അതെ, അവിടെ ഇതിനകത്ത് കൺസെപ്റ്റിലൊരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. കോൺസെപ്ച്വൽ ഡിഫറൻസസ് ഇല്ല. രാവണൻ ബഗളയ്ക്ക് 4 പ്രധാന മന്ത്രങ്ങളാണുള്ളത് പറയുന്നത്. മെയിൻ മന്ത്രങ്ങളല്ലാതെ ഈ തന്ത്രോക്തമായിട്ട് ബൃഹദ്ഭാനുമുഖി, രണമുഖി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മന്ത്രത്തിൽ രാവണൻ ഉണ്ടാവും. അപ്പോൾ ഭരതൻ ഉപാസിച്ച ഗുഹ്യകാളിയുണ്ട്, രാമൻ ഉപാസിച്ച ഗുഹ്യകാളിയുണ്ട്, ജയദ്രഥൻ ഉപാസിച്ച ഗുഹ്യകാളിയുണ്ട്. സോ നല്ലവനും ചീത്തയും ഒക്കെ ഈ ഉപാസകർ തന്നെയാണ്. ഇപ്പം രാവണനെ പോലെ ഒരു ഉപാസകനെ കിട്ടാനുണ്ടോ? ഇല്ല. തന്ത്രശാസ്ത്രങ്ങളിൽ രാവണൻ്റെ കോൺട്രിബ്യൂഷൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ രാവണൻ്റെ കോൺട്രിബ്യൂഷൻ, ആയുർവേദത്തിൽ രാവണൻ്റെ കോൺട്രിബ്യൂഷൻ, കെമിസ്ട്രിയിൽ രാവണൻ്റെ കോൺട്രിബ്യൂഷൻ, രാവണൻ്റെ അസ്ട്രോണമി രാവണൻ കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമ്മുടെ ലിറ്ററേച്ചറുകളിൽ ഒന്നുമില്ല. പക്ഷേ സ്വാഹങ്കാരം തന്നെ നശിപ്പിച്ചു. അത്രയും ഉദാത്തമായൊരു കൺസെപ്റ്റിൻ്റെ ഒരു രൂപമാണ് ഈ രാമായണത്തിലെ രാവണൻ എന്ന് പറയുന്നത്. രാമൻ്റെ അസ്ത്രം കൊണ്ടാലും ഞാൻ പുറകോട്ട് വീഴുന്നല്ലാതെ മുമ്പോട്ട് കമിഴ്ന്ന് വീഴില്ല എന്ന് രാവണൻ പറഞ്ഞു. മുമ്പോട്ട് വീഴാതെങ്കിൽ ഞാൻ എന്തിനു നമസ്കരിക്കണം? അനുഷ്ഠാനത്തിൽ നിന്നും അതേപോലെ ധർമ്മത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് രാവണനെ. പക്ഷെ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണം. അതെ, അതോടുകൂടി മുക്തനായി. ജയദ്രഥൻ മോശം, സാക്ഷാത് ഭഗവാനാണ് അവസാനം ചക്രം എടുക്കുന്നത്. കാരണം കാലസംഘർഷണിയായ കാളിയുടെ ഉപാസകനായിരുന്നു ജയദ്രഥൻ. സാമാന്യനായ അർജുനനെ കൊണ്ട് കൊല്ലാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ജയദ്രഥന്റെ വലിയ തന്ത്രഗ്രന്ഥമുണ്ട്, യാമളമുണ്ട്, ജയദ്രഥ യാമളം എന്ന് പറഞ്ഞിട്ട്. കാലസംഘർഷണിയുടേതായിട്ടുള്ള പദ്ധതികൾ മുഴുവനും ആദ്യകാലത്ത് ക്രോഡീകരിക്കപ്പെട്ട പുസ്തകം കിട്ടാനില്ല. ചില വേർഷനുകളൊക്കെ കിട്ടാനുണ്ട് അതിന്. പക്ഷേ എന്നുള്ളതല്ലാതെ കണ്ട് ജയദ്രഥൻ്റെ യാമളമുണ്ട്. ജയദ്രഥൻ ഉപാസിച്ച ഗുഹ്യകാളിയുടെ ക്ഷേത്രമുണ്ട് കൽക്കട്ടയിൽ, ഇൻറ്റീരിയറിൽ എവിടെയോ. ഒരു കാളിപൂരേർ കാളി എന്ന് പറയും. ഒരു സർപ്പത്തിൻ്റെ മുകളിൽ 2 കൈകളോട് മാത്രമായിട്ടൊരു ദിവ്യകരമായൊരു വിഗ്രഹം ജയദ്രഥൻ ഉപാസിച്ചാന്നാണ് പറയും. ജരാസന്ധൻ അദ്ദേഹം ഉപാസകനായിരുന്നു. ശിശുപാലനപ്പോൾ കൃഷ്ണന്റെ പ്രസൻസ് ഇല്ലാതെ ഈ മരണങ്ങളൊന്നും നടന്നിട്ടില്ല. ശരി. അപ്പം കംസൻ തൊട്ടിങ്ങോട്ട് ഈ രീതിയിലാണ്. എല്ലാം വളരെ വെൽ റെഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അജ്ഞാനികളോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ശാസ്ത്രം അഭ്യസിച്ച് ചെയ്തവരാണ്. കർമ്മം കൊണ്ട് രാക്ഷസ പൈശാചം, രാക്ഷസം, ആസുരം ഇതൊക്കെ കർമ്മം കൊണ്ടാണ്. ജന്മം കൊണ്ട് അത്രക്കില്ല. ഇതൊക്കെ പ്രജാപതിമാരുടെ മക്കളും ഒക്കെ തന്നെയാണല്ലോ ഇവരെല്ലാവരും. മന്ത്രശാസ്ത്രത്തിനകത്ത് ഉപാസനകളിൽ പോകുമ്പോൾ ഈ അടുത്ത ഇതായിട്ട് വരുന്ന ആഗമം, നിഗമം, ആംനായങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് എന്താണ്? ആഗമം എന്ന് പറയുന്നതാണ് ഒരു പരിധിവരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട്. നിഗമം എന്ന് പറഞ്ഞാൽ കൂടുതൽ വേദപരമാണ്. വേദങ്ങൾ അപൗരുഷേയമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് വേദങ്ങൾ അക്ഷരങ്ങളോടുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിന് ആദി ഇല്ല, ഇതെന്നും നിലനിൽക്കുന്നു, അന്ത്യവുമില്ല.
ആത്മാവിനെയും പരമാത്മാവിനെയും പോലെ തന്നെ ഇതിന് ആദിയുമില്ല അന്തവുമില്ല. തനിച്ചൊരു എൻറ്റിറ്റി അല്ല. പ്രളയകാലത്ത് ഇതെല്ലാം ഒന്നിച്ചിരിക്കും, പിന്നീട് അത് വേർപെട്ട് പോകും. അപ്പോൾ ഈ വിദ്യകൾ നഷ്ടപ്പെടും കാലപ്പോക്കുകളിൽ. പക്ഷെ വളരെ ആക്സിഡൻ്റലായിട്ട് അത് വീണ്ടും സ്ഫുരിക്കപ്പെടും. ഒരു കാലത്ത് ഗായത്രി ഇല്ല, നഷ്ടപ്പെട്ടു. ഗായത്രി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് വിശ്വാമിത്രന് ഗായത്രി പിന്നീട് വിശ്വാമിത്രൻ അതുകൊണ്ടാണ് ഋഷിയാവുന്നത്. ഇപ്പോഴും ചില ഋഗ്വേദ ട്രഡീഷനുകളിലൊക്കെ ബ്രഹ്മാവ് തന്നെയാണ് ഋഷി ഗായത്രിക്ക്. ഗായത്രി ഇല്ലാതിരുന്ന കാലത്ത് ഇവരെല്ലാം എങ്ങനെയാണ് തർപ്പണം ചെയ്തത്, അർഘ്യപ്രദാനം ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇതര മന്ത്രങ്ങളെ ആശ്രയിച്ചു. വേദത്തിലുള്ള മറ്റ് പല മന്ത്രങ്ങളെ കൊണ്ടും തർപ്പണങ്ങൾ ചെയ്തിരുന്നു. ഇന്നും അതിന്റെ റെമനൻസ് ഋഗ്വേദികളുടെ സന്ധ്യാവന്തനങ്ങളിലൊക്കെ കാണാം. അവർ എക്സ്ട്രാ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അർഘ്യപ്രദാനത്തിന്. പക്ഷെ നമ്മളിപ്പോ മന്ത്രമാതാവാണല്ലോ ഗായത്രി. അതെ. അപ്പം ഗായത്രിക്ക് മുമ്പ് അല്ല, ഗായത്രിക്ക് പല ഫോർമുലേഷൻ ഉണ്ട്. മന്ത്രമാതാവ് ഗായത്രി, വേദമാതാവും ഗായത്രി. ആ സ്ട്രക്ചറാണ് മറഞ്ഞു പോയത്. ഓക്കെ. ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും ഉപാസന ചെയ്യേണ്ട പദ്ധതി, രീതി, ആ മന്ത്രഭാഗം ആണ് മറഞ്ഞു പോയത്. അത് അതേ കാലത്ത് തന്നെ വളരെയധികം ബെനവലൻ്റ് ആണ്. ഉള്ള ദേവതകളിൽ ഏറ്റവും ബെനവലൻസ് ഉള്ളത് ഗായത്രിക്കാണ്. അതുകൊണ്ട് ഒരാൾ ഉപാസന ചെയ്യണം എന്ന് അല്ലെങ്കിൽ സാധന ചെയ്യണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പിടിച്ച് ഒരു ഗായത്രി ഉപദേശം വാങ്ങി അതിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏത് പദ്ധതി ആരായാലും അത് ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ഉപനയനം ചെയ്തോ ഒന്നും വേണമെന്ന് യാതൊരു നിയമവുമില്ല. ഉപനയനമില്ലാതെ തന്നെ ഗായത്രി വാങ്ങി അനുഷ്ഠിച്ച് ജപിക്കാം. നിത്യസന്ധ്യാവന്തനം ചെയ്യാനായിട്ട് ഉപനയനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗായത്രിയുടെ ഉപദേശത്തിന് കൊണ്ട് സന്ധ്യാവന്തനം ചെറിയ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്താണ്. അവനവൻ്റെ പാരമ്പര്യത്തിലുണ്ടെങ്കിൽ ശരി. ഗായത്രിയെ കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ സഹസ്രാവർത്തി ചതുരാവർത്തി എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു എല്ലാവരും ചെയ്യേണ്ടതാണോ? ദീക്ഷ കിട്ടിയ എല്ലാവരും? ഇല്ല. ഗായത്രി, വൈദികമായ ഗായത്രിയുടെ ഉപാസന എന്ന് പറയുന്നതിന് ഒരു നമ്പർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ദിവസവും അത് വിട്ടൊരു സഹസ്രാവർത്തിക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഒരു ദിവസം രാവിലെ 108, ഉച്ചയ്ക്ക് 32, വൈകിട്ട് 64. അത് 3 സന്ധ്യകളിലും വേണം ചെയ്യുകയാണെങ്കിൽ. പ്രാതസന്ധ്യക്ക് ഗരീയസിയാണ്, അതായത് ഗരിമ കൂടുതലാണ്. മറ്റുള്ള സന്ധ്യകൾ ചെയ്തില്ലെങ്കിൽ പോലും പ്രാതസന്ധ്യക്ക് പ്രാധാന്യം വളരെയധികം കൂടുതലുണ്ട്. ഗായത്രിക്ക് മാത്രം അല്ലേ? ഗായത്രി എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ പോലെയാ. എഞ്ചിൻ മാത്രം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാറ് വേണം, അത് കറക്റ്റായിട്ട് പിടിപ്പിക്കണം, അതിനകത്ത് പെട്രോൾ ഒഴിക്കണം, ഓടിക്കാൻ ആൾ വേണം, എല്ലാം വേണം. അപ്പൊ സന്ധ്യാവന്തനം എന്നുള്ള പ്രക്രിയ അത് മിനിമം അർഘ്യപ്രദാനം. സന്ധ്യാവന്തനത്തിന് പ്രധാനമായ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അർഘ്യപ്രദാനം, ഗായത്രിയുടെ ആവാഹനം, ഗായത്രി ജപം, ഗായത്രിയുടെ ഉദ്വാസനം. ഗായത്രി നമ്മൾ പിടിച്ചിരുത്തുന്നൊന്നുമില്ല. ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അമ്മയെ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു വിടണം. ഇതും പ്രധാനമാണ്. നമ്പൂതിരിമാരുടെ സന്ധ്യാവന്തനം അതുകൊണ്ട് വളരെ ചെറുതാണ്, വലിയ കാര്യം ഇതൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ സന്ധ്യാവന്തനം ഇത്തിരി നീളം കൂടുതലുള്ള ഒരു 20-25 മിനിറ്റ് നേരം. അതിൽ പൂർവാംഗ ഉത്തരാംഗങ്ങൾ മുതലായങ്ങൾ, അതിനകത്ത് ബുദ്ധശുദ്ധി വരും, അതിനകത്ത് തന്നെ മാതൃകാന്യാസം വരും. എല്ലാ കാര്യങ്ങളോടും കൂടി അല്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സന്ധ്യാവന്തന പദ്ധതിയാണ്. ഉപസ്ഥാനങ്ങൾ, ഇത് കഴിഞ്ഞുള്ള പ്രാർത്ഥന. നമ്മൾ സന്ധ്യാവന്തനം ഒരു ഫലത്തിനെ ഇച്ഛിക്കാതെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രാർത്ഥന അതിൻ്റെ അവസാനം വെക്കുന്നുണ്ട്. രാവിലെ മിത്രനെ പ്രാർത്ഥിക്കുന്നു സൗഖ്യമുണ്ടാവാനും, ഉച്ചയ്ക്ക് സൂര്യനെ പ്രാർത്ഥിക്കുന്നു ആരോഗ്യാദി വിഷയങ്ങൾക്കായിട്ടും നല്ല ജീവിതത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് വരുണനെ പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. നമ്മൾ വൈകുന്നേരം സന്ധ്യാവന്തനം ചെയ്തില്ലെങ്കിൽ ആ പ്രാർത്ഥന മിസ്സായി. അപ്പോൾ ഗായത്രിയുടെ ഉപാസന എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളരെ ഫണ്ടമെൻ്റൽ ആണ്. അത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം സ്ഫുരിക്കും. അത് ശൈവത്തിലും അതെ വൈഷ്ണവരുടെ ഇടയിലും അതെ എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ഗായത്രി ജപിച്ചോ അത്രയോ അതിൻ്റെ 3 ഇരട്ടി ഉപാസനാ മന്ത്രം ജപിക്കാനുള്ള അധികാരമേ ഉള്ളൂ. അവിടെ വരെ ഉള്ളൂ. ഈ 24 അക്ഷരം എങ്ങനെ നമ്മൾ എവിടെ വരെ ഇത്രയും 1000 ഗായത്രി ജപിച്ചാൽ, അപ്പൊ അതിനൊരു ചെറിയ പരിപാടി പറഞ്ഞിട്ടുണ്ട്. 336 ഗായത്രി ജപിച്ചാൽ ലഘു സഹസ്രം എന്നാണ് കണക്ക്. അപ്പം നമുക്ക് 3000 ഗണപതിയോ ഷോഡശിയോ ഭദ്രകാളിയോ ജപിക്കാനുള്ള പെർമിഷൻ ഉണ്ട് അന്ന്.
അത് ശരി. അന്ന് ഗായത്രി ജപിച്ചിട്ടില്ലെങ്കിൽ ഇതിനുമില്ല. ഇതൊക്കെ ഒരു എഴുതപ്പെട്ട തന്ത്രശാസ്ത്രങ്ങളുടെ ചട്ടക്കൂടിലാകട്ടോ. ഇതല്ലാതെ ഒരു വലിയ ഒരു വിഭാഗമുണ്ട്, അതിനെപ്പറ്റി നമ്മൾ പരാമർശിക്കുന്നേ ഇല്ല. അത് അവരുടെ കുലാചാരം, അവരുടെ രീതി. അവരുടെ രീതിക്ക് അമ്മയെന്ന് വിളിച്ചാൽ ഞാനിവിടെ ഇരുന്ന് 3000 ഗായത്രി ജപിച്ചിട്ടും കാര്യമില്ല. അവരുടെ കുലത്തിൽ പൊലിച്ചതാണ്. അതെ, അത് രണ്ടും നമുക്ക് ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഈ അവിയൽ പോലെ കൂട്ടി കുഴച്ചിട്ട് ഒരു ജനറലൈസേഷൻ്റെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതിൽ അർത്ഥമില്ല. ഐ ആം ഡിഫറെൻ്റ്. പുള്ളി സെപ്പറേറ്റ് ആണ്. അതിനകത്ത് അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ രീതികൾ, അതിൻ്റെ എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില സമ്പ്രദായത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടായിരുന്ന പറമ്പാണ് അന്ന് ആദ്യകാലത്ത് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ അവർ വിളിച്ചിട്ട് ഒരു വേലൻ എന്ന് പറഞ്ഞ്, വേലൻ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ വേലൻ പ്രവൃത്തി ആ പറമ്പിൽ അവരെ വിളിച്ച് കഴിക്കും. ആ സമയത്ത് കള്ളും കോഴിയും എല്ലാ സാധനങ്ങളും ഒക്കെ ആ പറമ്പിൻ്റെ മൂലയ്ക്ക് അവർ രാത്രി ആ സമയത്ത് വന്ന് അവരെ പൂജ കഴിച്ച് പോകും, അവർക്കുള്ള ദക്ഷിണ കൊടുത്ത് വിടും. പക്ഷെ ആ പറമ്പിൻ്റെ ഒറിജിനൽ അധികാരികൾ ആയിരുന്നു. അതിനെ മാനിച്ചേ പറ്റും. അത് മാനിക്കുന്നത് എന്ന് നിന്നോ അന്ന് ഇതിൻ്റെ മുടിവും തുടങ്ങും. സർപ്പമായാലും അത് തന്നെ. ഒരു കുടുംബത്തെ ചേർത്ത് നിർത്തിയത് സർപ്പമായിരിക്കും. സർപ്പത്തെ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെല്ലും, അവർ പറിച്ചോണ്ട് പോവും. സർപ്പം പോവുകയല്ല. എന്ത് തലകുത്തി നിന്നാലും ഒരു ലാൻഡിൽ നിന്നും സർപ്പം പോകത്തില്ല. കാരണം നമ്മൾ വരത്തന അവരുടെ ലാൻഡിൻ്റെ ഓണർ. അവർ പോകത്തില്ല. ഫലം എന്താണ്? സന്തതി നാശം, കുലനാശം എല്ലാം. മൂലകല്ല് പറിച്ചു. പിന്നെ ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് എത്ര ഗായത്രി ജപിച്ചിട്ടും എത്ര ഉപാസിച്ചിട്ടും എത്ര ശ്രീവിദ്യ ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. സോ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള തന്ത്രശാസ്ത്രങ്ങളിൽ നിന്നാണ് ഈ സംസാരം മുഴുവനും. അൺറിട്ടേൺ ആയിട്ടുള്ളൊരു വേൾഡ് ഉണ്ടെന്നുള്ളത് കാര്യം എപ്പോഴും ബോധത്തിൽ കയ്യിൽ വേണം. നമ്മളത് കയ്യാളണമെന്നില്ല. പണ്ട് ഒരു ഐതിഹ്യമാതിരി ഗ്രന്ഥം ഈ അൺറിട്ടേൺ ആയിട്ടുള്ള പറയുമ്പോൾ എല്ലാം പ്രാമാണികമല്ലാതെ വരുമല്ലോ. അല്ല, പ്രമാണം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് പരമ്പരകളിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെട്ട പ്രമാണമാണ്. ശുദ്ധ പരമ്പരകളായാലും കുലാചാരങ്ങളും എല്ലാം പരമ്പരകളിലൂടെ ടെസ്റ്റഡ് ആണ്. അതിന് ആ ടെസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവർക്ക് വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ ഗായത്രി എന്നോ അല്ലെങ്കിൽ പഞ്ചദശി എന്നോ പഞ്ചാക്ഷരമെന്നോ അഷ്ടാക്ഷരമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടെക്സ്റ്റിൽ ഉള്ള പ്രമാണത്തിലുള്ള ബോധിപ്പിക്കൽ വേണം, കമ്പൽസറിയാണ്. ടെക്സ്റ്റിന് പുറത്തായിട്ട് ഞാനിരുന്ന് ശ്രീബുദ്ധി ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പോലെ ഞാനിരുന്ന് കുറേ ജപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ പ്രോബബ്ലി അവർക്ക് റിയലൈസേഷൻ വരുമായിരിക്കും. പക്ഷെ അത് എന്ത് ലെവലാണെന്ന് അറിയില്ല. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രമാണം ഇല്ല. നമ്മുടെ മന്ത്രശാസ്ത്രത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഈ ദ്രാവിഡ മന്ത്രങ്ങൾ, ശാബര മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ. ഇതിനൊന്നിനും ഈ ബീജാക്ഷരങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ 1, 2 ഒക്കെ ആയിരിക്കും ദ്രാവിഡ മന്ത്രങ്ങളിലുള്ള ബീജാക്ഷരങ്ങൾ വരുന്നത്. മാത്രമല്ല അതിനൊന്നും ഒരു മന്ത്രദുഷ്ടാവായിട്ട് ഒരാളെയും പറയുന്നില്ല, മീറ്ററില്ല, ദേവതയെക്കുറിച്ചും പറയുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? മീറ്ററുണ്ട്. ദ്രാവിഡ മന്ത്രങ്ങൾക്ക് സംസ്കൃത മീറ്റർ അല്ലെന്നേ ഉള്ളൂ. അതിനും വേറെ ഉണ്ടെന്നാണ്. പേര് നമുക്കറിയില്ല. കാരണം ഇപ്പൊ സ്മരിക്കേണ്ട ആവശ്യമില്ല. അവരാ ചൊല്ലാൻ പഠിപ്പിക്കുന്ന മെത്തേഡുകളിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ആ മന്ത്രത്തിൽ തന്നെ മിക്ക മന്ത്രങ്ങളിലും ഗുരുവിനെ കൂടെ സ്മരിക്കുന്നുണ്ട്. മന്ത്രത്തിൽ ഒളിച്ചേർന്നിട്ടുണ്ടാവും എല്ലാം തന്നെ. ശാബരങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഗുരുവിൽ തുടങ്ങി ഗുരുവിലാണ് മിക്കവാറും എല്ലാ ശാബരമന്ത്രങ്ങളും അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ രീതി, ചൊല്ലുന്ന ആ ഒരു ഫ്ലോ, ആ ഒരു വിളിക്കുന്ന സമയത്തെ മനസ്സിൻ്റെ ആ ഒരു അതാണ് ശാബരങ്ങൾ. ശാബരങ്ങളെല്ലാം ദൗർഗമായ ആംനായത്തിൽ നിന്നാണ് ശാബരങ്ങളുടെ മുഴുവനും ഒറിജിൻ. നമ്മൾ ഗുരുവിൻ്റെ ഒരു ദീക്ഷ അല്ലെങ്കിൽ ഗുരുപദേശം വേണമെന്ന് പറഞ്ഞ ഈ മറ്റു മന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുരുപദേശം ആവശ്യമുണ്ടോ ദ്രാവിഡ മന്ത്രങ്ങൾക്ക്? ഉണ്ട് ഡെഫിനറ്റായിട്ടും. ആ പരമ്പരയിലുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അത് വാങ്ങിച്ചാൽ തന്നെ ആ പരമ്പരയിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് വർക്കാവുമെന്ന് പോലും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ചില മന്ത്രങ്ങൾ ദ്രാവിഡൻ ഉപദേശിച്ചാലേ വർക്കാവുകയുള്ളൂ എന്ന് പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദ്രാവിഡൻ അല്ലാത്ത ഒരാളത് ജപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പറ്റാത്തൊരു ഡ്രസ്സ് ഇട്ട പോലെ ഇരിക്കും അത്. നമുക്ക് പറ്റാത്തൊരു പ്രാക്ടീസ്, നമുക്ക് പറ്റാത്തൊരു ഡ്രസ്സ്
ഇട്ടാൽ ഒരു നമുക്ക് പറ്റാത്തൊരു ഡ്രസ്സ് ഇട്ടാൽ ഒരു കോമാളിയുടെ ലുക്ക് നമുക്ക് തരില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ അത് പറഞ്ഞു. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കാതിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടും. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തിരിച്ചടി വരും എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് 2 തരത്തിലുള്ള മന്ത്രങ്ങളും ഉണ്ട്. അത് നമ്മൾ സത്വാസത്വ വിവേകം സ്വയം ചെയ്യണം. പൊതുവെ ക്രൂര മന്ത്രങ്ങളായിട്ട് കരുതുന്നതായ മന്ത്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്, എപ്പോഴും ബെറ്റർ. എന്നുവെച്ചാൽ പൗഷ്ടിക മന്ത്രങ്ങൾ മാത്രം, പൗഷ്ടികമായ മന്ത്രങ്ങൾ ധാരാളം ഉണ്ടല്ലോ. നമുക്ക് പുഷ്ടിയെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതിയല്ലോ, സംഹാരത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം. സംഹരിക്കാൻ നമ്മൾ ആരാണ്? നമ്മൾ ജീവനൊന്നും അല്ലല്ലോ. പക്ഷേ മിക്കവാറും എല്ലാ ദേവതകളുടെയും കവചം ജപിക്കുമ്പോൾ അതിനകത്ത് പൗഷ്ടികമല്ലാത്ത വാക്കുകൾ ഉണ്ടല്ലോ. ആ കവചം ജപിക്കാനും ഒരു ചെറിയ രീതിയിലുള്ള ഉപദേശം വേണം. ഇല്ലാതെ കവചം നമ്മൾ ജപിക്കരുത്. സാധനയുടെ ഒരു തലം എത്തുമ്പോൾ ഗുരു ഉപദേശിക്കുന്ന ഒന്നാണ് കവചം. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ശകലം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവചങ്ങളതൊക്കെ എല്ലാം പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു നേച്ചറാണ്. അപ്പോൾ കവചങ്ങൾക്കൊക്കെ ഈ ഉപയോഗിക്കുന്ന അതേ പൗഷ്ടികമായ കാര്യങ്ങളിൽ തന്നെ അല്പം പ്രൊട്ടക്റ്റീവായിട്ടുള്ള, അതും അപ്പോഴും ഒഫെൻസീവ് അല്ല, ഡിഫെൻസീവാണ്. അല്ല, പലപ്പോഴും ഇപ്പോൾ കാളി കവചമൊക്കെ ആക്രാമകമാണല്ലോ, കാരണം അതിനകത്ത് ത്രാടേ. അതെ, പക്ഷെ എന്നാലും അത് അപ്പോഴും ഡിഫെൻസീവ് മാത്രമാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലാണെങ്കിൽ ഇങ്ങോട്ട് അടിച്ചതിനെ തടഞ്ഞതല്ലാതെ അങ്ങോട്ട് കയറി അടിച്ചില്ല. ഗതി കെട്ടിട്ട് വല്ല ഒരു അടിയോ 2 അടിയോ കൊടുത്തതല്ലാതെ കണ്ട് നമ്മളെപ്പോഴും ഡിഫെൻസീവ് ആയാൽ മാത്രം മതി. ഭാരതത്തിന്റെ ആ പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ട് അതേ രീതിയിൽ. അതെ, നമ്മൾ ഡിഫെൻസീവാണ്. നമ്മളെ ആരും ഒന്നും ചെയ്യണ്ട. നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് അത് അങ്ങനെ ചെയ്യാനൊരു തീരുമാനം എടുക്കാനും വേണം. ഈ വീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കുപ്പി കള്ളു കുടിക്കാം, അതൊന്നുമല്ല വീരത്വത്തിൻ്റെ ഒരു മെഷർ എന്ന് പറയുന്നത്. ചെയ്യാൻ അറിയാമായിരുന്നിട്ടും ചെയ്യണ്ട എന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു, അടിക്കാൻ പറ്റിയാലും അടിക്കാതിരിക്കുക എന്നുള്ളത്, അത് ധീരതയാണ്. അതായത് നമ്മളെ എത്ര ഉപദ്രവിച്ചാലും അത് നമുക്ക് ഒരു ബാധകമല്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേബിളായ മൈൻഡോട് കൂടി ഇറിറ്റേറ്റഡ് ആവാതെ ഇരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടുക എന്നുള്ളത് സാധനയുടെ ആയാലും വാസനയുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു ലക്ഷണം തന്നെ ആ ഒരു ഇതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള വാക്കുകളുടെ മന്ത്രങ്ങൾ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ വാരാഹി മന്ത്രവും ബഗലാമുഖി മന്ത്രത്തിലും ഒക്കെ ഈ വാക്കുകളുണ്ട്. ഇതൊന്നും ആരും ജപിക്കാനും പറയുന്നില്ല. ബഗലാമുഖിയൊന്നും ദീക്ഷയില്ലാതെ ചുമ്മാ ബഗളയൊക്കെ വളരെ ക്ഷിപ്രപ്രസാദനം തരുന്നതായ മന്ത്രങ്ങളാണ്. അതേ കാലത്ത് വളരെ ബഗളയ്ക്ക് സൂത്തിങ് ആയിട്ടുള്ള പൗഷ്ടികമായ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ജിഹ്വാ സ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശത്രുവിൻ്റെ ജിഹ്വ മാത്രം സ്തംഭനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിന് ആന്തരികമായ ചില അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ടല്ലോ. വെളിയിലൊന്നും ശത്രുവിനെ തപ്പിപ്പോകണ്ടല്ലോ. നാക്കാണല്ലോ അവനവൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ എൻ്റെ നാക്കിൽ നിന്ന് വികട സരസ്വതി ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരം ഉണ്ടാകാതിരിക്കുകയും ചെയ്യാതെ സ്തംഭിപ്പിക്കുക എന്നുള്ളതല്ലേ. വൈഷ്ണവരിൽ പിള്ളലോകാചാര്യർ എന്ന് പറഞ്ഞൊരു സിദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം ശ്രീവചനഭൂഷണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊതുവെ സാധക ധർമ്മങ്ങളെ പറ്റിയാണ്, വൈഷ്ണവ ധർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട്, തന്നെ കണ്ടാൽ പാമ്പെ കണ്ടാൽ പോലെ ഭയക്കണം എന്നാണ്. അതായത് നമ്മൾ കർണാടിയിൽ നമ്മളെ കാണുമ്പോൾ അയ്യോ മൂർഖം പാമ്പ് 10 വിടർത്ത് നിൽക്കുന്നു കടിക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് മൂർച്ചയുള്ള വിഷമുള്ള ആളാണ് ഞാൻ. വേറെ എവിടെയും ഒരുത്തിനും തപ്പി പോകണ്ട. അപ്പം ഈ സ്തംഭനവും ഈ ഇതും ത്രോടനവും ഒക്കെ നമ്മുടെ ഈഗോയും നമ്മുടെ ഇതൊക്കെ തന്നെയാണ്. ദുഷ്ടനെ സമീപിക്കാൻ പറയുന്നത് അവനവൻ്റെ ഉള്ളിലെ ദുഷ്ടനെ സമീപിക്കുകയും കൂടെ ആണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ പലപ്പോഴും, പക്ഷെ മിസ്യൂസ് ധാരാളം നടക്കുന്നുണ്ട്. പലരും ചുട്ട കോഴിയെ പറപ്പിക്കാം എന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന അവകാശമുണ്ട്. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. വാരാഹിയൊന്നും അങ്ങനെ ജപിക്കേണ്ട മന്ത്രമല്ല. ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ അത് പൊതുവിൽ മന്ത്രവാദ പാരമ്പര്യത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഇംബൈബ് ചെയ്തതാണെന്ന് വേണം കരുതാനായിട്ട്. പക്ഷെ എല്ലായിടത്തും പൊതുവേ കാണപ്പെടുന്നുണ്ട് വാരാഹി പിതൃരൂപ എന്നാണ്. സാധകൻ്റെ പിതാവായിട്ട് നിൽക്കുന്ന ദേവതയാണ് വാരാഹി. അപ്പോൾ അത് സാധകന് മാത്രം ബാധകമാണ്, സാധകന് മാത്രം ബാധകമായ വിഷയമാണ്. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടെന്ന് പറഞ്ഞിട്ടിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്നതായ റിപ്പർക്കേഷനുകൾ മുഴുവനും ആ വ്യക്തി തന്നെ അനുഭവിക്കണം. ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാൺ
അദ്ദേഹം ഒരു വാരാഹി ഉപാസകനാണ്. അദ്ദേഹം പല തവണകളിലും വാരാഹിയുടെ പ്രത്യേക ദീക്ഷകളൊക്കെ ഒരു മാസത്തേക്കൊക്കെ എടുത്തിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്ര ഉണ്ടായിരുന്നു ഇലക്ഷനൊക്കെ കുറേ കാലം മുമ്പ് ആന്ധ്രാപ്രദേശിലൂടെ മുഴുവൻ. ആ യാത്രയുടെ പേര് വാരാഹി യാത്ര എന്നായിരുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പേര് വാരാഹി എന്നാണ്. അദ്ദേഹം സർവവും വാരാഹിമയവും മഞ്ഞ നിറവും ഒക്കെ ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ. അതുപോലെയുള്ള വാരാഹി ഉപാസകരുണ്ട് പൊതുരംഗത്ത് തന്നെ നിൽക്കുന്നത്. ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് വാരാഹിയുടെ ഉപാസന ഒരു പൊതുവിൽ പായസമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് പലപ്പോഴും അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ അനുകൽപ്പം പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും അനുകൽപ്പ വിധി പോലും വാരാഹിക്കില്ല. ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഇല്ല. മറ്റുള്ള മകാരങ്ങൾക്ക് ഇത് മകാരം എന്നുള്ള സോഴ്സിലേ വരുന്നില്ലല്ലോ. മകാരങ്ങൾക്കാണ് ഓൾട്ടർനേറ്റ് അനുകൽപ്പം പറഞ്ഞിട്ടുള്ളത്. വാരാഹിയുടെ പൂജാ പദ്ധതിയിൽ പറയുന്ന പോത്തിറച്ചിക്കും രക്തത്തിനും റീപ്ലേസ്മെന്റ് ഇല്ല. ഇപ്പം പിന്നെ വടയും ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചുണ്ണാമ്പും മഞ്ഞളും തമിഴ്നാട്ടിലൊക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. പിന്നെ വടയൊക്കെ പച്ച ഇറച്ചി ഉപയോഗിക്കാനുള്ള പച്ച പോത്തിൻ്റെ ഇറച്ചി ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളവനെ അത് പരിപാടിക്ക് പോകാവുള്ളൂ. ഉണ്ട്. പക്ഷെ പൂജ ചെയ്യുന്നില്ല. പൂജ ചെയ്യാണെങ്കിൽ ജപം മാത്രം. പൂജ ചെയ്യുന്നില്ല. പൂജ ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതൊക്കെ. പക്ഷെ ഒരു റിയലൈസേഷൻ ടു ദ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പോത്തിറച്ചി തപ്പി പോട്ടെ. മഹാവാരാഹിയായിരുന്നു. അതെ. ശ്രീവിദ്യയിൽ മഹാവാരാഹി അതിൻ്റെ അംഗപ്രത്യംഗമായ 4 വാരാഹികൾ ആണ് കൃത്യമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു വാരാഹി നോക്കേണ്ട ആവശ്യമില്ല. തിരസ്കരണി, രഘുവാർത്താളി 4 വാർത്താളികളാണ്. അതിന് വിഘ്നഹര മന്ത്രത്തോടു കൂടി ജപം മാത്രം കൊണ്ട് നിർത്തിയാൽ മതി. പൊതുവെ പരശുരാമകൽപ്പസൂത്രം പകല് സ്മരണം പാടില്ല എന്നാണ് പരശുരാമകൽപ്പസൂത്രത്തിൽ വിധിച്ചിരിക്കുന്നത്. പകല് പൂജ ചെയ്യുന്ന പദ്ധതികളും ഉണ്ട്. ഈ മന്ത്രശാസ്ത്രത്തെക്കുറിച്ച് വളരെ വിശദമായി, ലളിതമായെന്ന് പറഞ്ഞാൽ വളരെ വിശദമായി അങ്ങ് ജനന്തിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചു.